ചൊക്രമുടിയിൽ വീണ്ടും കയ്യേറ്റം. വിവാദ ഭൂമിയിൽ അതിക്രമിച്ച് കയറി കാട് വെട്ടിത്തെളിച്ചു. നീലക്കുറിഞ്ഞികളും നശിപ്പിച്ചു. കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികളാണ് വിലക്ക് അവഗണിച്ച് ഭൂമിയിൽ കയറിയത്. നാട്ടുകാരും പോലീസും ചേർന്ന് അതിക്രമിച്ച് കയറിയവരെ ഇറക്കിവിട്ടു. രാവിലെയാണ് തൊഴിലാളികൾ ചൊക്രമുടിയിലെത്തി പുൽമേടുകൾ വെട്ടിത്തെളിക്കാൻ തുടങ്ങിയത്. സംഭവം അറിഞ്ഞതോടെ ചൊക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകരും രാജാക്കാട് പോലീസും സ്ഥലത്തെത്തുകയും കയ്യേറ്റ ശ്രമം തടയുകയും ചെയ്തു. കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികളാണ് വിലക്ക് അവഗണിച്ച് ഭൂമിയിൽ കയറിയത്. വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിച്ചതിനൊപ്പം നീലക്കുറിഞ്ഞികളും നശിപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു. അതായത് ഈ മൈജോയുടെയും സിബിയുടെയും പണിക്കാരാണ്. അവന്മാർ ഒരു 5-8 മിഷനുമായിട്ട് കള വെട്ടുന്ന മിഷനായിട്ട് വന്നിട്ടാണ് ഈ പ്രദേശം മുഴുവൻ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഇതിൻ്റെ പുറവശം കാണുന്ന ഈ പ്രദേശം മുഴുവൻ, അതായത് നീലക്കുറിഞ്ഞിയും അതുപോലെ ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ സസ്യജാലങ്ങളെല്ലാം ഉണ്ടായിരുന്നത് എല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടും ഈ പട്ടയം സംബന്ധിച്ച് വ്യക്തമായി ഇത് വ്യാജപ്പട്ടയമാണെന്നും ഇത് വ്യാജമായിട്ട് നിർമ്മിച്ച പട്ടയമാണെന്നും എല്ലാം വ്യക്തമായിട്ട് ഉണ്ടായിട്ട് പോലും ഗവൺമെൻറ് ഉചിതമായി നടപടിയെടുക്കാത്തതുകൊണ്ടാണ് ഈ കയ്യേറ്റക്കാർ വീണ്ടും വീണ്ടും ഇവിടെ കയ്യേറുകയും അതുപോലെ തന്നെ ഇതുപോലെ ഈ ജൈവസമ്പത്തെല്ലാം വെട്ടി നശിപ്പിക്കുകയും ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദമായ സമീപനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം ആ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണ സമിതി വെച്ചു, അവരന്വേഷിച്ചിട്ടും ഈ സ്ഥലം വ്യാജമായിട്ടുണ്ടാക്കിയാണെന്നും ഇത് സർക്കാരിൻ്റെ പാറപ്പുറമ്പൊക്കെയാണെന്നും വ്യക്തമായിട്ട് അറിയാവുന്നിട്ട് പോലും ഒരു നടപടി എടുക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഈ കയ്യേറ്റക്കാർക്ക് ഇവിടെ യാതൊരു തടസ്സമില്ലാതെ വന്ന് IG പൂട്ടിയ പൂട്ടാണെങ്കിലും അതെല്ലാം തല്ലിപ്പൊളിച്ചിട്ട് ഇവിടെ കയറാനും ഇതുപോലെ ഇത് എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവിടെ എല്ലാം കൈവശം നിൽക്കുന്ന ഈ കുറിഞ്ഞെല്ലാം അവർ വെട്ടി നശിപ്പിച്ചിട്ട് പോയതാണ്. നീലക്കുറിഞ്ഞി ചെടികൾ ഉൾപ്പെടെ അതീവ ജൈവ പ്രാധാന്യമുള്ള സസ്യങ്ങളാണ് നശിപ്പിച്ചത്. ഭൂമി കയ്യേറ്റത്തിന് നേതൃത്വം വഹിച്ച അടിമാലി സ്വദേശി സിബിയുടെ തൊഴിലാളികളും ഭൂമി വാങ്ങിയവരുടെ ആളുകളും എത്തിയാണ് പുൽമേടുകൾ വെട്ടിത്തെളിക്കാൻ ശ്രമിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. ഭൂരിഭാഗം വരുന്ന നൂറുകണക്കിന് ആദിവാസികളുടെയും അതുപോലെ വൈശന്മാര് താഴ്വരയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ മണ്ണിട്ട് മൂടുന്ന സംവിധാനമാണ് ഇന്നിവർ നടത്തുന്നത്. ഇതിനകത്ത് ആരാണ് ഇവർക്ക് ഈ ഒത്താശ കൊടുക്കുന്നത്? സർക്കാരോ? ആരാണ് പറയണം? ഗവൺമെന്റ് മാന്യത കാണിക്കണം. ഇതിനകത്ത് റവന്യൂ വകുപ്പ് മാന്യത കാണിക്കണം. റവന്യൂ ഭൂമിയിൽ നീലക്കുറിഞ്ഞി മലനിരകൾ, അതായത് ഒരു നീലക്കുറിഞ്ഞി ഒടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കേസ് എഴുതുന്ന ഫോറസ്റ്റുകാര് ഇത്രയും നീലക്കുറിഞ്ഞികൾ ഇവിടെ നശിപ്പിച്ചിട്ട് പോലും ഒരു കേസ് പോലും എഴുതാൻ തയ്യാറായിട്ടില്ല. ഈ നീലക്കുറിഞ്ഞി വെട്ടിയിട്ട ഈ നീലക്കുറിഞ്ഞി ഞാനെടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കേസെങ്കിലും എൻ്റെ പേരിൽ എഴുതണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ നീലക്കുറിഞ്ഞി വെട്ടിയിട്ട നീലക്കുറിഞ്ഞി കൈ പിടിച്ച ബൈജുവിൻ്റെ പേരിൽ കേസ് എഴുതുക എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും ഒരു ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുകൾ ഇതിന് പിന്നിലുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സംഭവം ദേവികുളം സബ് കളക്ടറെയും റവന്യൂ അധികൃതരെയും അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയില്ലെന്നും പരാതിയുണ്ട്. ചൊക്രമുടിയിൽ കയ്യേറ്റം നടന്നെന്ന് വിവിധ സർക്കാർ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടും നടപടികൾ വൈകുകയാണെന്ന ആരോപണം നിലനിൽക്കെയാണ് വീണ്ടും ഭൂമിയിൽ അതിക്രമിച്ച് കയറിയത്.